മറ്റ് വാർത്തകൾ നോക്കിയാൽ അന്തരിച്ച സിപിഐ നേതാവ് പി രാജുവിന്റെ പൊതുദർശനം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ തുടരുകയാണ്. വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പി രാജുവിന് സിപിഐയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ട എന്ന നിലപാടും അവർ സ്വീകരിച്ചു. എനിക്ക് പറയാനുള്ളത്, രാജചേട്ടൻ ഒരുപാട് വിഷമിച്ചതും മനം നൊന്ത് ഈ അവസ്ഥയിലെത്തിയതും എല്ലാം പാർട്ടി നടപടികളിൽ വിഷമിച്ച് തന്നെയാണ്. ബോധമുള്ളിടത്തോളം സമയം പുള്ളി ചോദിച്ചിരുന്നത് നടപടി എന്തായെന്നാണ്. വലിയ കോടിക്കണക്കിന് രൂപ പുള്ളി കട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു പുള്ളി പാർട്ടിയിൽ തരം താഴ്ത്തിയതും മറ്റേത്. അതിനുശേഷം കൺട്രോൾ കമ്മീഷനോ അങ്ങനെ എന്തോ കോടതി പാർട്ടിയുടെ കോടതി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തീരുമാനമെടുത്തു, അതൊന്നും ചെയ്യല്ല, അങ്ങനെയൊന്നുമല്ല, തിരിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടും അദ്ദേഹം തിരിച്ചെടുത്തില്ല എന്നാണ് അറിവ്. ബോധമുള്ള, അതായത് തിങ്കളാഴ്ച രാത്രി വരെ ചൊവ്വാഴ്ച പകൽ വരെ പുള്ളി ചോദിച്ചിരുന്നത് എന്തായി, എക്സിക്യൂട്ടീവ് എന്തായി, തിരിച്ചെടുത്തോ എന്ന്. ചൊവ്വാഴ്ച ബുധനാഴ്ച രാവിലെ വരെ പുള്ളി ചോദിച്ചിരുന്ന കാണുമ്പോൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, നടപടി പിൻവലിച്ചോ, എന്തായി എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം എന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, കമ്മിറ്റി കൂടിയിട്ട് ഈ കാര്യം എടുത്തോ എന്നറിയില്ല എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് മരിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ചാനലിൽ വാർത്ത വന്നെന്ന് പറയുന്നു പുള്ളിക്കെതിരെ നടപടി പിൻവലിച്ചു. പുള്ളി സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. പുള്ളിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പുള്ളി ഇനി എൻ്റെ വ്യക്തപരമായ അഭിപ്രായം പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായമാണ്, ഒരു 2 കൊല്ലം കൂടി ജീവിച്ചാൽ. പക്ഷേ ഇതിൽ മനംനൊന്താണ് പുള്ളിക്ക് ഇത്ര പെട്ടെന്നൊരു ഒരു അന്ത്യം ഉണ്ടായത്. ഡാനി പോളും വിവരങ്ങളുമായി ചേർന്നു. ഡാനി, കെ ഇസ്മായിൽ അടക്കമുള്ളവരും ഈ കുടുംബത്തിന്റെ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളുമായിട്ട് എത്തുകയും ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും പാർട്ടി അവഗണിച്ചു, പാർട്ടി വ്യക്തിഹത്യ നടത്തി പലരും എന്നുള്ള ആരോപണങ്ങളൊക്കെ കുടുംബം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. പ്രധാനപ്പെട്ട സിപിഐ നേതാക്കൾ പൊതുദർശന ചടങ്ങുകളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ എന്താണ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? അപർണ, പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഇവിടെ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശന കാര്യങ്ങൾ നടക്കുന്നത്. പൂർണ്ണമായും തന്നെയും ഇത് പാർട്ടിയുടെ സിപിഐയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. റെഡ് വോളണ്ടിയർമാർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ, സംസ്ഥാന നേതാക്കളടക്കം ഉള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ, അതോടൊപ്പം തന്നെ കെ പി രാജേന്ദ്രൻ, കെ ഇ ഇസ്മായിൽ തുടങ്ങി പലരും തന്നെയും ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ തന്നെ തുടരുന്നു. ഏതാണ്ട് 12 മണിവരെയാണ് ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധിയായ ആളുകൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 10 വർഷക്കാലം പറവൂർ മണ്ഡലത്തെയും അതോടൊപ്പം തന്നെ ഏതാണ്ട് 10 വർഷക്കാലം തന്നെയും സിപിഐയുടെ എറണാകുളം ജില്ലയുടെ തന്നെ മുഖമാകുകയും ചെയ്തിരുന്ന പി രാജുവിന് അദ്ദേഹത്തിന് ഉചിതമായ രീതിയിലൊരു യാത്രയയപ്പ് നൽകുകയാണ്. വലിയ രീതിയിൽ ഇവിടേക്ക് ആളുകൾ ഇവിടേക്ക് തന്നെ എത്തുകയും എല്ലാം തന്നെ ചെയ്ത് നമുക്കൊപ്പം മന്ത്രി കെ രാജൻ കൂടി ചേരുന്നു. എങ്ങനെ അനുസ്മരിക്കുന്നു രാജേഷനുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധമാണ്. വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതാവായിരിക്കുന്ന കാലത്ത് തന്നെ പാർട്ടിയുടെ നേതാവും AITUCയുടെ സമുന്നതനായിട്ടുള്ള നേതാവുമായിരുന്നു പി രാജു. പിന്നെ വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്ന കാലം മുഴുവൻ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ദീർഘമായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട്. ഏറ്റവും അടുത്ത് അസുഖബാധിതനായതിനിടയിലും പ്രത്യേകമായൊരു കാര്യവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ വീട്ടിൽ വന്നിരുന്നു. വളരെ അടുത്ത സ്നേഹവും പിന്തുണയുമായി ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, AITUC നേതാവ് എന്ന നിലയിൽ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലൊക്കെ സഹാവിന്റെ സേവനം വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ ബന്ധവും ഉണ്ടായിരുന്നതാണ് അവസാന കാലം വരെ. ഇടക്കാലത്ത് റവന്യൂ വകുപ്പിന്റെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ വീട്ടിൽ പോകാൻ ഇടയായിരുന്നു. വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികളാണ്. അദ്ദേഹമായുള്ള ഒരു ഊഷ്മളമായ ഒരു ബന്ധം അദ്ദേഹം അനുസ്മരിക്കുകയായിരുന്നു കെ രാജൻ. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊരു പ്രതികരണത്തിന് നേതാക്കൾ ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ആ രീതിയിലൊരു പ്രതികരണത്തിലേക്ക് ആരും തന്നെ പോകുന്നില്ല എന്ന് തന്നെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു.